214 കോടി രൂപ ചിലവഴിച്ച് ലഡാക്കിൽ ഇന്ത്യക്ക് ഏറ്റവും ഉയരം കൂടിയ വ്യോമത്താവളം ഒരുങ്ങുന്നു. 13,700 അടി ഉയരത്തിലാണ് ഈ വിമാനത്താവളം ഇന്ത്യക്ക് മുതൽക്കൂട്ടാകുന്നത്. പ്രതിരോധ രംഗത്തിന് കരുത്താകുന്നത് ആയുധങ്ങൾ മാത്രമല്ല, റോഡുകൾ, തുരങ്കങ്ങൾ, പാലങ്ങൾ, വിമാനത്താവളങ്ങൾ മുതലായ നിർമ്മിതികൾ കൂടിയാണ്. അടിയന്തര പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി ഇവിടെ റൺവേയും സജ്ജമാക്കിയിട്ടുണ്ട്. ദേശീയ സുരക്ഷയ്ക്കും ആക്ച്വൽ ലൈൻ ഓഫ് കൺട്രോളിലൂടെയുള്ള കണക്ടിവിറ്റിക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് നിർമ്മിക്കുന്ന കിഴക്കൻ ലഡാക്കിലെ ന്യോമ വ്യോമത്താവളം ഒക്ടോബറോടെ പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാകും. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വ്യോമത്താവളം കൂടിയാണിത്. ഏകദേശം 13,700 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ന്യോമ LACക്ക് ഏറ്റവും അടുത്തുള്ള അഡ്വാൻസ്ഡ് ലാൻഡിംഗ് ഗ്രൗണ്ടാണ്. അതിർത്തിയിലെ ഏത് അടിയന്തര സാഹചര്യവും നേരിടുന്ന വിധത്തിലാണ് ഈ എയർബേസ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. 3 കിലോമീറ്റർ റൺവേ ആണ് എയർബേസിന്റെ പ്രത്യേകത. പ്രവർത്തനം ആരംഭിക്കുന്നതോടെ സുഖോയ്, റഫേൽ തുടങ്ങിയ യുദ്ധവിമാനങ്ങളും C-130J സൂപ്പർ ഹെർക്കുലീസ് പോലുള്ള ഹെവി ലിഫ്റ്റ് ട്രാൻസ്പോർട്ട് വിമാനങ്ങളും കൈകാര്യം ചെയ്യാനും നോമയ്ക്ക് സാധിക്കും. ഡംചോക്, ഡെപ്സ്ലാങ് എന്ന 2 തർക്ക മേഖലകളിലും കരാർ പ്രകാരം ചൈന സേനാ പിന്മാറ്റം നടത്തിയ സാഹചര്യത്തിലാണ് ഭാരതം എയർബേസ് പ്രവർത്തനം സജ്ജമാക്കിയത്. ലഡാക്ക് അതിർത്തിയിലെ ന്യോമ വ്യോമത്താവളം അടിയന്തര ഘട്ടത്തിൽ ദ്രുതഗതിയിലുള്ള സേനാവിന്യാസത്തിന് ഭാരതത്തിന് കരുത്തേക്കും. പുതിയ വ്യോമത്താവളം പ്രതിരോധ സേനയെ വേഗത്തിൽ സജ്ജമാക്കുന്നതിനും മേഖലയിലെ തന്ത്രപരമായ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കും. അടിയന്തര പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത പുതുതായി നിർമ്മിച്ച 3 കിലോമീറ്റർ റൺവേ ആണ് ഇതിൽ ഏറ്റവും പ്രധാനം. 2021 അംഗീകരിച്ച ഈ പദ്ധതിക്ക് ഏകദേശം 214 കോടി രൂപയുടെ ബജറ്റ് വകയിരുത്തിയിരുന്നു. LACയുടെ ഉയർന്ന ഉയരവും സാമീപ്യവും നോമയെ തന്ത്രപരമായ ഒരു കേന്ദ്രമാക്കി മാറ്റുന്നു. ഇന്ത്യയുടെ വടക്കൻ അതിർത്തികളിലേക്ക്, പ്രത്യേകിച്ചും ഭൂഗർഭ ഗതാഗതം ബുദ്ധിമുട്ടുള്ള വിദൂര പർവ്വത പ്രദേശങ്ങളിലേക്ക് വിഭവങ്ങൾ വേഗത്തിൽ വിന്യസിക്കാൻ ഇത് പ്രാപ്തമാക്കുന്നു. യഥാർത്ഥത്തിൽ ഇത്തരം നിർമ്മിതികൾ ഇന്ത്യ പണിയുന്നതിനു പിന്നിൽ ചൈനയോടുള്ള പ്രതിരോധം തീർക്കൽ തന്നെയാണ് ലക്ഷ്യം. 4 വർഷങ്ങൾക്ക് മുൻപ് ചൈനയുമായുള്ള സംഘർഷം ആരംഭിച്ചതിനു ശേഷം ആയുധ പ്രതികരണ ശേഷികൾ മെച്ചപ്പെടുത്തുന്നതിനായി ലഡാക്കിലും സമീപ പ്രദേശങ്ങളിലും റോഡുകളും തുരങ്കങ്ങളും പാലങ്ങളും ഇവയുടെ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ ഇന്ത്യ നടത്തുന്നുണ്ടായിരുന്നു. ഡംചോക്കിലും ഡെപ്സ്ലാങ് സമതലങ്ങളിലും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സൈനിക തർക്കങ്ങൾക്ക് ശേഷമാണ് ന്യോമയുടെ പ്രാധാന്യം വർദ്ധിച്ചത്. പട്രോളിംഗ് ഇവിടങ്ങളിൽ പുനരാരംഭിച്ചിരുന്നുവെങ്കിലും ഈ പ്രദേശങ്ങളുമായുള്ള വ്യോമത്താവളത്തിന്റെ സാമീപ്യം ഏത് പ്രതിസന്ധി ഘട്ടത്തിലും വേഗത്തിൽ സൈനിക വിന്യാസം നടത്താൻ സേനയെ സഹായിക്കും. സോജില ടണലും പ്രതിരോധത്തിനായുള്ള ഇന്ത്യയുടെ ഒരു നിർമ്മിതിയാണ്. കേന്ദ്ര സർക്കാരിന്റെ ഏറെ നിർണായകമായ സോജില ടണൽ പ്രോജക്ടിന്റെ ഭാഗമാണ് ZMOR പ്രോജക്ട്. അതിർത്തിയിൽ ചൈനയുമായുള്ള സംഘർഷങ്ങൾ തുടരുമ്പോൾ ലഡാക്കിലേക്ക് വർഷത്തിൽ എല്ലാ സമയത്തും ഗതാഗതം സാധ്യമാക്കാനുള്ള പദ്ധതിയാണ് സോജില ടണൽ പ്രോജക്ട്. ആവശ്യമെങ്കിൽ ലഡാക്കിലേക്കുള്ള സൈനിക നീക്കത്തിന് വരെ ഈ പാത ഉപയോഗിക്കാനാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. 12,000 അടി ഉയരത്തിലുള്ള സോജില ടണൽ നിർമ്മാണ പ്രവൃത്തി പുരോഗമിക്കുകയാണ്. 2026 ഡിസംബറോടെ പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്ന ഈ ടണലിന്റെ നിർമ്മാണത്തിന് ZMOR ടണൽ തുറക്കേണ്ടത് അത്യാവശ്യമാണ്. ചൈനയുടെയും പാകിസ്ഥാന്റെയും ഭീഷണി നേരിടുന്ന തന്ത്രപരമായ പ്രാധാന്യമുള്ള ലഡാക്കിൽ എല്ലാ കാലാവസ്ഥയിലും ഇന്ത്യൻ സൈന്യത്തിന് കണക്ടിവിറ്റി നിലനിർത്തുന്നതിനുള്ള നിർണായക നീക്കമാണ് പ്രധാനമായി ഈ പദ്ധതിക്ക് പിന്നിൽ. ലഡാക്കിൽ ചൈനയുടെ പ്രകോപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ തുരങ്കത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. ചൈനയുടെ ഭാഗത്തു നിന്നും അപ്രതീക്ഷിത നീക്കം ഏത് സമയത്തും പ്രതീക്ഷിക്കാം. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ സൈന്യത്തിനും യുദ്ധോപകരണങ്ങൾക്കും ZMOR ടണൽ വഴി വളരെ വേഗത്തിൽ പ്രദേശത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കും. അതിനാൽ ദേശീയ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ് ഈ തുരങ്കം എന്നാണ് മറ്റൊരു വിലയിരുത്തൽ. എന്തായാലും നിർമ്മിതികളിലൂടെയും അതുപോലെ പ്രതിരോധ രംഗത്ത് കരുത്താർന്ന ആയുധങ്ങളുടെ നിർമ്മാണത്തോടെയും ഇന്ത്യ പ്രതിരോധ രംഗത്ത് ചുവടുറപ്പിക്കുകയാണ്. ശക്തമായ ചുവടുറപ്പിക്കൽ. ലോകരാജ്യങ്ങൾക്ക് വരെ അസൂയ തോന്നുന്ന തരത്തിലുള്ള ചുവടുറപ്പിക്കലാണ് കഴിഞ്ഞ 11 വർഷങ്ങളായി ഭാരതം പ്രതിരോധ രംഗത്ത് നടത്തുന്നത്. ഇത് തീർത്തും നരേന്ദ്രമോദി സർക്കാരിന്റെ വിജയം തന്നെയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ.